വയസ്സ് മാത്രമുള്ള വലിയ മെറിറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവർ മൂത്ത് ഏജ് കാണുമായിരിക്കും. പക്ഷേ എനിക്കിന്ന് ഓർമ്മയുണ്ട്, ബാലമുരളികൃഷ്ണ സാർ ഒരു വർത്താനം ഭയങ്കര രസമാണ്. അപ്പോൾ സാറിന് ഒരു മൃദംഗ വിദ്വാൻ, അദ്ദേഹം വളരെ പ്രായത്തിൽ മൂത്ത ആളാണ്. അദ്ദേഹം ഒരു സാധനം പാടിയിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായേയില്ല. അപ്പോൾ അദ്ദേഹം രണ്ടാമത് പാടി, മൂന്നാമത് പാടി, അത് 8-10 പ്രാവശ്യം ബാലമുരളി റിപ്പീറ്റ് ചെയ്തിട്ട് ഈ മൃദംഗക്കാരന് അത് കിട്ടിയേയില്ല. കച്ചേരി കഴിഞ്ഞ് ഞാനും സാറും കൊല്ലത്ത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലായിരുന്നു ഞങ്ങൾ അന്ന് കിടന്ന്. അപ്പോൾ രാത്രിയിൽ ആഹാരം കഴിക്കുമ്പോൾ ബാലമുരളി സാർ പറയുന്നു, ഇത്രയും പ്രാവശ്യം പാടിയിട്ടും മൃദംഗക്കാരന് അത് മനസ്സിലായില്ല. അപ്പം ഞാൻ മനസ്സിലായി, അത് വളരെ സീനിയർ വിദ്വാനാണ്. സീനിയർ എന്ന് പറയുമ്പോൾ ബാലമുരളി സാറിന് പ്രായത്തിൽ സീനിയർ ആയിരിക്കും, പക്ഷെ അറിവിൽ ഇപ്പോഴും വളരെ യങ് ആണ്. അദ്ദേഹം ഏജ് ഹി മൈറ്റ് ബി സീനിയർ ബട്ട് ഇൻ നോളജ് സ്റ്റിൽ വെരി യങ്. എനിക്കിന്നും ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ഏജ് കൊണ്ട് മാത്രം സീനിയറായ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഒക്കെ ചുറ്റിനും കാണും. പക്ഷെ പാറശാല പൊന്നമ്മയുടെ സ്റ്റോറി പറയുകയാണെങ്കിൽ, ഞാൻ 16-17 വയസ്സ് മുതലേ ചോദിക്കും, നവരാത്രി മണ്ഡപത്തിൽ മെയിൽ വോക്കൽ കച്ചേരിയും മെയിൽ വീണ കച്ചേരിയും മാത്രമേ ഉള്ളൂ. ഒരു ഫീമെയിൽ വീണ വായിച്ചിട്ടില്ല. കച്ചേരിക്ക് പാട്ടിന് പക്കമേളമായിട്ട് വയലിൻ വായിക്കും, പക്ഷെ ഒരു വയലിൻ സോളോ വെച്ചിട്ടില്ല, ഒരു ഫ്ലൂട്ട് സോളോ വെച്ചിട്ടില്ല. ലേഡീസ് പാടില്ലെന്ന് മാത്രമേ, പല കാര്യങ്ങളും അവിടെ അതിനു മുമ്പ് നടന്നിട്ടില്ല. അപ്പോൾ ഇതിന് എല്ലാം എതിരായിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഈ വീണയുടെ തന്നെ ഒരു വകഭേദം ഗോട്ടുവാദ്യം ഒരു ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഗോട്ടുവാദ്യം ഒരു കച്ചേരി വെച്ചു. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് വീണ പോലെ ഇരിക്കും. അതായിരുന്നു ഫസ്റ്റ് ഒരു കാര്യം. പിന്നെ അവിടെ വിളിച്ചിട്ടില്ലാത്ത നല്ല നല്ല പാട്ടുകാർ പലരും, എൻ്റെ ഗുരുനാഥൻ ബാലമുരളികൃഷ്ണ ഉൾപ്പെടെ, അദ്ദേഹം പാടിയിട്ടേ ഇല്ല. ഈ വേറെ ഈ അമ്മ മഹാറാണിയുടെ ബ്ലൈൻഡ് വശം അവിടെയാണ് വരുന്നത്. ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ ഞാൻ കേൾക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത, കേരളത്തിൽ നിന്ന് ഇന്ന് വരെ ഏറ്റവും വലിയ പേരുള്ള ഒരു ഭാഗവതര് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ നവരാത്രി മണ്ഡലത്തിൽ പാടിയിട്ടില്ല. കാരണം അമ്മ മഹാറാണിയുടെ മോളിൽ കൺട്രോളുള്ള ആൾക്ക് ചെമ്പൈനെ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ കാരണം. അപ്പോൾ ചെമ്പൈ വിദ്യാഭ്യാസം ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ ചെമ്പൈ, പിന്നെ ഒരാൾ മധുരൈ മണിയയ്യർ അവിടെ പാടിയിട്ടില്ല മണ്ഡപത്തിൽ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ, അതൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മധുരൈ മണിയയ്യർ മരിച്ചത്. ചെമ്പൈ എനിക്ക് 2-3 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ എൻ്റെ കാലത്തിന് മുമ്പുള്ളതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ VR കൃഷ്ണയ്യർ, PS നാരായണസ്വാമി, V സുബ്രഹ്മണ്യം, ഇങ്ങനെ കുറേ ആൾക്കാർ ചെമ്മാങ്കുടി ശ്രീനിവാസർ പാടുമ്പോൾ പുറകിലിരുന്ന് വോക്കൽ സപ്പോർട്ട് പാടിയിട്ടുള്ളത്. മാവേലിക്കര പ്രഭാകർ വർമ്മ, കുമാര കേരളവർമ്മ, ഇവരൊന്നും അവിടെ ഒറ്റയ്ക്ക് പാടിയിട്ടില്ല. ഈ ചെമ്മാങ്കുടിയുടെ പുറകിലിരുന്നേ പാടിയിട്ടുള്ളൂ. അപ്പോൾ അവരെയൊക്കെ പാടിപ്പിക്കാൻ തുടങ്ങി. പിന്നെ TN കൃഷ്ണൻ, V സുബ്രഹ്മണ്യം, ഇവരുടെയൊക്കെ ഒരു വയലിൻ സോളോ വെച്ചു. അങ്ങനെ സ്റ്റെപ്പായിട്ടാണ്